മജീഷ്യൻ. ഹായ്. ഹായ്, ക്യൂട്ട് മജീഷ്യൻ. എവിടുന്നാ വരുന്നേ? ഞാന് ട്രിവാൻഡ്രം തന്നെയാണ്. പോത്തൻകോട് മാജിക്കാണ് പെർഫോം ചെയ്യാൻ പോകുന്നത്. അപ്പോ റെഡിയാണോ ചെയ്യാൻ? ഞങ്ങൾ റെഡിയാണ്. ഞങ്ങൾ എന്തിനു റെഡിയാണ്? ആരെ വേണം പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ റെഡിയാണ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഒരു പ്രോപ്പർട്ടി വേണം. ശരി, പ്രോപ്പർട്ടി വരട്ടെ. യെസ്, അപ്പൊ മജീഷ്യൻ പ്രോപ്പർട്ടീസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആരെങ്കിലും പ്രോപ്പർട്ടി വേണ്ടി വരുമോ? വേണ്ട, ഇപ്പോ എലീനയുടെ സഹായം മതി. ഞാൻ പോവാണ്, വാനിഷ് ആവാൻ പോവുകയാണ്. റെഡി. ഇപ്പോ ഇവിടെ വന്നപ്പോൾ ഒരു ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പൊ എന്റെ കയ്യില് ജസ്റ്റ് ഒരു മാലയുണ്ട്. വളരെ വ്യക്തമായിട്ട് കാണാം അല്ലേ? വ്യക്തമായിട്ട് കാണാമല്ലോ. അപ്പൊ ഈ മാല എലിനിക്കുള്ള ഗിഫ്റ്റ് ആണെന്ന് വിചാരിക്കരുത്. ഓക്കെ, അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഒന്നിങ്ങനെ ഹോൾഡ് ചെയ്യാമോ? എന്റെ ചെറിയൊരു ഹെൽപ്പ്. ഇങ്ങനെ ഹോൾഡ് ചെയ്ത് ഈ മാലയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഈ മാല എടുത്തു കഴിഞ്ഞാൽ ഇത് ഏതെങ്കിലും കള്ള എടുത്ത് പോക്കറ്റ് ഇട്ടുകൊണ്ട് പോയാല്, സോറി ഞാൻ കള്ളനല്ല, കള്ളന്റെ ഒരു ഡ്യൂപ്പ് പോക്കറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്തേക്ക് ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, ഇപ്പൊ ഇതെന്തായാലും എം ടി ആണല്ലോ അല്ലേ? ഇതിന്റെ ബാക്കിലൊന്നും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇതൊന്ന് ബോഡിയിലോട്ട് ചേർത്തൊന്ന് പിടിച്ചു വെച്ചിരിക്കാം. ഓക്കെ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കള്ള ഇത് കൊണ്ടുപോയെന്നിരിക്കട്ടെ, നമ്മളിപ്പോ ചെന്നിട്ട് കള്ളം വീട്ടിൽ പോയി ഇത് എടുക്കുകയാണ്. നോർമലി ഇങ്ങനെ പോക്കറ്റ് കൈയിട്ട് എടുക്കൂലേ? ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ വേറെ ഒന്നും സംഭവിക്കത്തില്ല. എന്ത് സംഭവിക്കും? ശരിക്കും പറഞ്ഞാല് അപ്രത്യക്ഷമാവും. ഇത് അപ്രത്യക്ഷമാവെന്ന് മാത്രമല്ല, ഇത് തിരിച്ച് എന്റെ അടുത്തേക്ക് വരും. ഒന്ന് കാണിക്കാം അത്. എവിടെ? അതൊന്ന് തിരിച്ച് കാണിച്ചേ. അയ്യോ, ഓക്കെ, ഇതല്ല ശരിക്കും എന്റെ ആക്ട് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള മറ്റൊരു ആക്ട് ചെയ്യാൻ പോവുകയാണ്. എലീന റെഡിയാണ്. ഓക്കെ ഓക്കെ, അപ്പൊ എലീന റെഡിയാണ്. സിമ്പിൾ ഒരു പെർഫോമൻസ് ആണ്. ഇപ്പൊ എന്റെ കയ്യിൽ 3 എൻവലപ്പ് കാണാം. ക്ലിയർ ആണ്. ഇതിനകത്ത് എന്താണെന്ന് എനിക്കോ നിങ്ങൾക്കോ അറിയത്തില്ല എന്ന് പറഞ്ഞ് വിശ്വസിക്കോ? പിന്നെ ഞങ്ങൾക്ക് അറിയില്ലല്ലോ. കാരണം എനിക്കറിയാലോ. ഓക്കെ, എനിക്കറിയാം ഇത് ജഡ്ജസിന്റെ ഫോട്ടോസ് ആണെന്ന്, അല്ല നമ്മുടെ സെലിബ്രിറ്റീസിന്റെ ഫോട്ടോസ് ആണ്. പക്ഷെ അത് ഞാൻ ആരോട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പ്രത്യേകിച്ച് എലീന അറിയരുത്. ഓക്കെ, അറിയില്ലല്ലോ. പോട്ടെ, എന്തായാലും ഒരു കാര്യം ചെയ്യൂ. എന്റെ സൗണ്ട് കേൾക്കാമല്ലോ. അപ്പൊ എന്റെ സൗണ്ട് കേട്ടിട്ട് അതിനനുസരിച്ച് ഞാൻ പറയുന്നത് പോലെ ഒന്ന് പ്രവർത്തിക്കാമോ? ഞാൻ ചെയ്യണം. അതെ, ഇതിന്റെ സെന്ററിലേക്ക് ഒന്ന് വരാമോ? സെന്ററിലേക്ക് വന്ന് വളരെ ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ ഇത് 3 എൻവലപ്പുകൾ വളരെ കൃത്യമായിട്ട് കാണാം. ഇതില് ആദ്യം റൈറ്റ് ഹാൻഡ് ഒന്ന് മുകളിലേക്ക് ഉയർത്തി ഫസ്റ്റ് ഫിഗർ മാത്രം മുകളിലേക്ക്. എന്റെ ഏതിലെങ്കിലും ഒന്നില് ടച്ച് ചെയ്യുക. ഓക്കെ, ടച്ച് ചെയ്തോ? ഓക്കെ, ആദ്യം ടച്ച് ചെയ്തു. ഇനി അതുപോലെ ഇനി ലെഫ്റ്റ് ഹാൻഡ് ഉയർത്തിയ അത് വെച്ചിട്ട് ഏതെങ്കിലും ഒന്ന് ടച്ച് ചെയ്തേ. അകപ്പാടെ പെട്ടല്ലേ? ഇല്ല. ഓക്കെ, പെട്ടില്ല. ഓക്കെ, അത് രണ്ടും അതാത് കൈകളിൽ എടുത്തു. അതാത് കൈ കൊണ്ട് അത് രണ്ടും എടുത്തോളൂ. ഓക്കെ, അതാത് കയ്യിൽ എടുത്തു. വരും, ധൈര്യമായിട്ട് വരും. ഞാൻ തിരിച്ച് കൈ നേരെ വെച്ചോ, കുഴപ്പമില്ല. ഓക്കെ, ഇനി ചെയ്യേണ്ടത് അതിൽ നിന്ന് ഒരെണ്ണം എനിക്ക് തന്നാൽ ഏതെങ്കിലും ഒരെണ്ണം നന്നായിട്ട് ചിന്തിച്ചിട്ട് തരണം കേട്ടോ. ഇത് എനിക്ക് തരാനുള്ള എന്തെങ്കിലും റീസൺ ഉണ്ടോ? ഞാൻ പറയുകയാണെങ്കിൽ സാധാരണ എല്ലാരും ഈ റൈറ്റ് ആയിരിക്കും എല്ലാ ആക്ടിവിറ്റിയും ചെയ്ത് കൊടുക്കുന്നതൊക്കെ. അപ്പൊ ഞാനൊന്ന് മാറി ലെഫ്റ്റ് തന്നു. അപ്പൊ എനിക്ക് തന്നത് ഇടത് കൈ കൊണ്ട് തരികയായിരുന്നു. അങ്ങനെയല്ല, നമുക്ക് ഇഷ്ടമുള്ള കാര്യമായിരിക്കും എപ്പോഴും റൈറ്റിൽ നമ്മൾ ചൂസ് ചെയ്യാന്നുള്ളതാണ് സൈക്കോളജിയിൽ പറയാം. അപ്പൊ എന്തായാലും എനിക്കിത് കിട്ടി. ഓക്കെ, അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. എലീനയുടെ മനസ്സ് വായിച്ച് ഇതിനകത്ത് ആരാണെന്ന് പറയാൻ പോവുകയാണ്. റെഡിയാണോ? വേണ്ട, അയ്യോ, വേറെ കേസുണ്ട്. അതിന് അറിയാമോ ഇതിനകത്ത് എന്താണെന്ന്? അല്ല, അറിയാമോ? പിന്നെ ഞാൻ ഇങ്ങനെ മനസ്സ് വായിക്കും. മനസ്സിലുണ്ടെങ്കിലല്ലേ മനസ്സ് വായിക്കാൻ പറ്റൂ. ഞാൻ പക്ഷെ ആരെയും ചിന്തിച്ചിട്ടില്ലല്ലോ. അയ്യോ, അത് എനിക്ക് പറ്റിയ അബദ്ധമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞില്ല ഇതില് എന്താണ്, ഇതെങ്ങനെ പറയുന്നത്. ഇപ്പൊ അതും ഡ്രോപ്പ് ചെയ്തില്ല, കുഴപ്പമില്ല. ഒരു കാര്യം ചെയ്തെന്ന് കയ്യിൽ വെച്ചിട്ടേ. ഇപ്പൊ ഇതുവരെ ആരും കൈയടിച്ചില്ല. ഇത്രയും നേരം നടന്നില്ല, ഒരു കൈയടിയും കിട്ടിയില്ല. അബദ്ധം പറ്റി കഴിഞ്ഞാല് ഞാൻ മാജിക് നിർത്തുമെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞാൽ ഇത്രയും നല്ലൊരു വേദി വെച്ച് നിർത്താൻ കഴിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമാണ്. ഒരു കാര്യം ചെയ്യാമോ, അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് എല്ലാവരും ഒന്ന് കാണിക്കാമോ? അതിനകത്ത് എന്താണ്, ആരുടെ ഫോട്ടോ ആണ് ഉള്ളതെന്ന് എല്ലാവരും ഒന്ന് കാണിക്കാമോ? റെഡി, 1 2 ഇത് നോക്കാമോ? ഇതായിരുന്നു എന്റെ പ്രവചനം. അപ്പൊ ഇത് രണ്ടിലും പക്രു ചേട്ടൻ തന്നെ ഉണ്ടായിരിക്കും എന്നാണോ ഡൗട്ട്? ആണോ? അപ്പൊ അതുകൊണ്ട് അതുപോലെ ഓപ്പൺ ചെയ്ത് കാണിക്കണം കേട്ടോ. എങ്കിൽ ഞാനിത് വലിച്ചു കയറി നോക്കും. എല്ലാം വലിച്ചു കയറി നോക്കുക. കാരണം അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അല്ലെന്നേ കണ്ടോ, ഞാൻ റൈറ്റിലെടുത്ത് വെച്ച് ചേട്ടനായിരുന്നു. ആയിരിക്കുമല്ലോ, ഉറപ്പാണല്ലോ. അത് ശരി. എപ്പിസോഡിൽ ഞാൻ ആദ്യം പറഞ്ഞ കറക്റ്റ് ആയില്ലേ? കിനിട്ടോ എന്നെ തേച്ചു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പൊ ഈ ഫോട്ടോസ് നിങ്ങൾക്ക് തന്നെ തന്നോട്ടെ. ഓക്കെ,
ശരിക്കും ഈ ഫോട്ടോസ് ഇവിടെ തന്നിട്ട് എലീനയ്ക്ക് ഒരു ഫോട്ടോ തന്നില്ലെങ്കിൽ അതും ഒരു വിഷമാവത്തില്ലേ? അയ്യോ സോ ക്യൂട്ട്, താങ്ക് യു. അപ്പൊ എന്തായാലും മജീഷ്യൻ അടിപൊളിയായിരുന്നു. നമുക്ക് നമ്മുടെ മാസ്റ്റേഴ്സിനോട് ചോദിക്കാം അവരെത്രത്തോളം എക്സൈറ്റഡ് ആയെന്നുള്ളത്. ഇക്ക, അത് ശരിക്കും ഒരു പ്രസന്റേഷൻ എന്ന് പറയുന്ന സ്റ്റേജിൽ വരുമ്പോൾ തന്നെ നിങ്ങൾ കാണുമ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടം തോന്നുന്നു നമുക്ക്. അതാണ് ഫസ്റ്റ്. ഭയങ്കര പ്ലസൻ്റ് ആണ്, ചിരി ഭയങ്കര ക്യൂട്ടാണ്. നിങ്ങൾ അവിടുന്ന് വന്ന വരവിൽ തന്നെ ഇരിക്കുന്ന ഓഡിയൻസിനെ പിടിക്കാനായിട്ടുള്ളൊരു കഴിവുണ്ട്. പിന്നെ മാജിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞ് എനിക്ക് പൊക്കി പറയേണ്ട കാര്യമില്ല. നിങ്ങളുടെ അറിയുന്നതിൻ്റെ 7 ഇലക്കത്ത് നമുക്കൊന്നും അറിയില്ല അതിനെപ്പറ്റി കൂടുതൽ പറയാനായിട്ട്. പക്ഷെ ഉഗ്രം പ്രസൻറ്റേഷൻ, ഗംഭീരം. താങ്ക് യു. പകർ ചേട്ടാ, പേരിൽ തന്നെ മായയുള്ള മായാജാലക്കാരൻ. അതെ, മുഴുവൻ പേരെന്താ? മണികണ്ഠൻ. മണികണ്ഠൻ. എന്തായാലും നല്ല രസമുണ്ട്. ഓരോ എന്താ പറയുക, നമ്മൾ അവതരിപ്പിക്കുന്ന രീതിയിലാണെങ്കിലും അതുപോലെ തന്നെ നല്ല കൈയടക്കത്തോടു കൂടി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട്. ഇപ്പം തന്നെ ഓഫ് കോഴ്സ് ഈ പറഞ്ഞത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് അത്ര ചെറിയ സംഭവമല്ല. ആദ്യമായിട്ടാണ് ലൈഫിൽ ഇങ്ങനെയൊക്കെ ഒരു മാജിക്കിലൂടെ ഒരു ഫോട്ടോ തരുക, അത് തിരിഞ്ഞ് നിൽക്കുമ്പം ടീഷർട്ടേ കാണുക എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വളരെ എന്താ പറയുക, വലിയ സന്തോഷം തരുന്നൊരു കാര്യമാണ്. എന്തായാലും ഇനിയും ഇതുപോലെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ കലാലോകത്ത് മണികണ്ഠന് കഴിയട്ടെ. എല്ലാ ആശംസകളും കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ചേട്ടാ, മണികണ്ഠനെ കണ്ടിട്ടേ കൊണ്ടുപോയി വളർത്താൻ തോന്നുന്നു. സത്യമായിട്ടാണ്, നമുക്ക് ഈ ചില പൂച്ചക്കുട്ടികളൊക്കെ കാണുന്ന പോലെ ക്യൂട്ട്, ഭയങ്കര ക്യൂട്ട്. ഈ സാധാരണ മ്യൂജിഷ്യൻസിന്റെ ഹൊറർ മാജിക് ഉണ്ട്, അല്ലെങ്കിൽ പ്ലസന്റ് ആയിട്ടുള്ള, പക്ഷെ ഇതൊന്നും അല്ലാത്ത താങ്കളുടേതായ ഒരു സംഭവം. അതായത് സംസാരിക്കുന്നു, കമ്മ്യൂണിക്കേഷൻ കൂടുതലുണ്ട്, നമ്മൾ പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ആവുന്നുണ്ട്, പെട്ടെന്ന് ക്ലോസ് ആവുന്നുണ്ട്. ഭയങ്കര പ്ലസന്റ് ആയിട്ടുള്ള പ്രസന്റേഷൻ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.